ധർമ്മസ്ഥലയിലേക്ക് പോയാൽ അവിടെ കൂട്ടക്കൊല ആരോപണം ഉയർന്ന സ്ഥലത്ത് പരിശോധന ഇന്നും തുടരുകയാണ്. നേരത്തെ അടയാളപ്പെടുത്തിയ 13ാമത്തെ പോയിന്റായിരിക്കും ഇന്നത്തെ പരിശോധന. സാക്ഷിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തിയ അവസാനത്തെ പോയിന്റാണ് 13ാമത്തേത്. അർജുൻ കല്യാണാണ് ചേരുന്നത്. അർജുൻ, ഏറെ നിർണായകമാവുക ഈ 13ാമത്തെ പോയിന്റാണ് എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ തെരച്ചിൽ? മാത്രമല്ല, ഇതുവരെ ഈ പറഞ്ഞത് കേട്ട പോലെയുള്ള ഭീകരതയ്ക്ക് അനുസരിച്ചുള്ള തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ 2 പോയിന്റുകളിൽ നിന്ന് മാത്രമാണ് ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയതല്ലേ? വിനീത, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് ഈ കേസ് അതീവ സങ്കീർണമാക്കി മാറ്റുന്നത്. കാരണം സാക്ഷി വെളിപ്പെടുത്തിയത് ഒരുപാട് മൃതദേഹങ്ങൾ, 100 കണക്കിന് മൃതദേഹങ്ങൾ താൻ ഇത്തരത്തിൽ കുഴിച്ചുമൂടി എന്നുള്ളതാണ് സാക്ഷി വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ കേസ് സങ്കീർണമാക്കി മാറ്റുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പരിശോധന നടക്കേണ്ടത് 13ാമത്തെ പോയിന്റിലാണ്. 13ാമത്തെ പോയിന്റിലാണ് ഒരുപാട് മൃതദേഹങ്ങൾ കൂട്ടത്തോടെ അടക്കം ചെയ്തു അല്ലെങ്കിൽ കുഴിച്ചു മൂടി എന്നുള്ള വെളിപ്പെടുത്തൽ സാക്ഷി നടത്തിയത്. അതായത് ഒന്നിലധികം മൃതദേഹങ്ങൾ തന്നെ താൻ ഈ പറയുന്ന 13ാമത്തെ പോയിന്റിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സാക്ഷി വെളിപ്പെടുത്തലായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ പരിശോധനയിൽ ഒരുപക്ഷെ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അത് നിർണായകമായി മാറുകയും ചെയ്യും. എന്തായാലും ഇന്ന് 13ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തും. രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ അന്വേഷണ സംഘം ഈ പരിശോധന നടത്തുന്ന സ്ഥലത്തേക്ക് എത്താറുള്ളത്. അതുപോലെ തന്നെ ഇന്നും 11 മണിയോടുകൂടി ഈ 13ാമത്തെ പോയിന്റിൽ പരിശോധന നടത്തും. സ്നാൻ ഘട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു പോയിന്റാണ് ഈ 13ാമത്തെ പോയിന്റ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കൂടിയും ഈ കേസ്, അതായത് 13 പോയിന്റുകൾ അപ്രതീക്ഷിതമായി കാണിച്ചു നൽകിയ ഒരു പോയിന്റ് ഉൾപ്പെടെ 14 പോയിന്റുകളാണ് ഈ കേസിലുള്ളത്. അതിൽ 13ഇടത്തും പരിശോധന ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആ പോയിന്റുകളിൽ നിന്നും ആകെ 2ഇടത്തു നിന്നും മാത്രമാണ് കാര്യമായ രീതിയിലുള്ള ഒരു തെളിവ് ലഭിച്ചത്. മനുഷ്യ അസ്ഥികൂടങ്ങളുടെ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 6ാമത്തെ പോയിന്റിൽ നിന്നും 14 അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തു. അതിനുശേഷം 11ാമത്തെ പോയിന്റിൽ തിരച്ചിൽ നടത്തുന്നതിന് തൊട്ടു മുൻപായി സാക്ഷി കാണിച്ചു നൽകിയ ഒരു പുതിയ പോയിന്റിൽ നടത്തിയിട്ടുള്ള തിരച്ചിലിൽ അവിടെ 50-ലേറെ അസ്ഥികളുടെ കഷ്ണങ്ങൾ കണ്ടെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. അതിപ്പോൾ ഫോറൻസിക് പരിശോധന പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ എത്ര കാലപ്പഴക്കമുണ്ട്, സ്ത്രീയുടേതാണോ പുരുഷൻ്റെതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. അതിന് പുറമെ എങ്ങനെ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, കോസ് ഓഫ് ഡെത്ത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ ആ ഫോറൻസിക് പരിശോധനാ ഫലം വന്നാൽ മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ ഇത്തരം തെളിവുകൾ കണ്ടെത്തുന്നതിൽ ഒരു അപാകത അല്ലെങ്കിൽ ഒരു സങ്കീർണതയുണ്ട് എങ്കിൽ കൂടിയും ധർമ്മസ്ഥലയിലെ ദുരൂഹത ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് പ്രധാനമായും 6 പരാതികൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉന്നത അധികാരികൾ പീഡിപ്പിക്കപ്പെട്ടും കൊല ചെയ്യപ്പെടുകയും അവരാൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള 6ഓളം കേസുകൾ. അത് പല കേസുകളും തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ തെളിവിൻ്റെ അഭാവത്തിൽ ആ കേസിലെ പ്രതികളെയൊക്കെ വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ സംശയമാണ്, ആ ദുരൂഹതയാണ് ധർമ്മസ്ഥലയിൽ നിലനിൽക്കുന്നത്. എന്തായാലും ഇന്നും പരിശോധന തുടരും. 13ാമത്തെ പോയിന്റിലാണ് ഇന്നത്തെ പരിശോധന നടക്കുക. വിനീത. ശരി അർജുൻ, കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും